അദ്ദേഹം പെട്ടെന്ന് വേറൊരു ഒരു ഭീകര രൂപത്തിലേക്ക് മാറി. ഭീകര നമുക്ക് കണ്ടാൽ പേടിച്ചു, നിന്നെ ഞാൻ ഭസ്മമാക്കി കളയും. രണ്ടാമത് പുള്ളി പറഞ്ഞു ഭൂമിയുടെ കറക്കം പിടിച്ചു നിർത്തി. റിക്കവറായി. എന്തായിരുന്നു അതിന് വേണ്ടി എടുത്തൊരു മെത്തേഡ്? കോളേജ് പ്രൊഫസേഴ്സ് അവരുടെ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസുണ്ട്. വേറൊരു വ്യക്തിത്വം ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് അതിൻ്റെ സമയം സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പം അത് വെളിയും. നാളത്തെ വരാൻ പോകുന്ന സാഹചര്യങ്ങളെ ഇന്ന് തടയാൻ പറ്റുന്ന രീതിയിൽ മനസ്സിനെ പ്രാപ്തമാക്കുന്നതാണ് ശരിക്കും കൗൺസിലിംഗ് തെറാപ്പി. ഓക്കെ, എനിക്കിത് സംഭവിക്കാം, ആർക്കും സംഭവിക്കും. മമ്മൂട്ടിയെ പറ്റി നമ്മുടെ മനസ്സിലെന്താ? എക്സ്ട്രീംലി ഡീസൻ്റ് ആയിട്ട് ജീവിക്കുന്ന ഒരു ഫാമിലി മാൻ, മറ്റ് സ്ത്രീകളോടൊന്നും മോശമായി പെരുമാറാത്ത. കാണാൻ നല്ല സുന്ദരികളായ പല പെൺകുട്ടികളും സ്ഥിതിയിലുണ്ടോ? അത് അത്ര ഫെയർ അല്ലാത്ത ആളുകളെ തോന്നി. എന്താ കാണാൻ കഴിയും? സംശയം കയറി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അത് സംശയം തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ ഓരോന്നും അവർക്ക് പിന്നെ സംശയങ്ങളായിക്കൊണ്ടേയിരിക്കും. ഈ ഫാമിലി ഇഷ്യൂസ് ഇപ്പം കേരളത്തിലും ഇന്ത്യയിലൊക്കെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡൈവേഴ്സ് കേസുകളിലും അവിടെ ചില കറക്ഷൻസ് വരുത്തിയാൽ മതി. കറക്ഷൻസ് വരുത്തി കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ സാധിക്കും. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ? ആ വ്യക്തിയുടെ ഉള്ളിൽ നമ്മൾ ബോധതലത്തിൽ ആളെന്താ വളരെ മാന്യനായിട്ടെല്ലാം സംസാരിക്കുകയും ഒരു പ്രശ്നമില്ലാതെ ജോലിക്ക് പോയി എല്ലാ കാര്യങ്ങളും ചെയ്യും. തിരിച്ച് വീട്ടിൽ വരുന്ന സമയത്തായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഫൈൻ മൊമെൻറ്റിലായിരിക്കും. വേറൊരു കേസ് ഇതേപോലെ ഞാൻ കണക്ട് ചെയ്ത് പറയുന്നത്. അദ്ദേഹം ഇതുപോലെ ജോലിയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. വീട്ടിൽ വന്നു കഴിഞ്ഞ് ആളെന്ത് ചെയ്യും, നേരെ അദ്ദേഹത്തിൻ്റെ പറമ്പിലൊരു പ്രത്യേക സ്ഥലത്ത് പോകും. സ്ഥലത്ത് പോയി കുറേ നേരം അവിടെ നിന്നിട്ട് ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ എന്തോ ചില പ്രാർത്ഥനകളോ മന്ത്രങ്ങളൊക്കെ ചാൻറ്റ് ചെയ്തിട്ട് ആൾ നേരെ തിരിച്ചു വരും. പിന്നെ ആൾ പെട്ടെന്ന് രൂപമൊക്കെ മാറി ഇങ്ങനെ വല്ലാത്ത രൂപത്തിലേക്ക് മാറും. ചിലപ്പോൾ രാത്രി കിടക്കുന്ന സമയത്ത് ഭാര്യ പറയാറുണ്ട് ചില പേരുകളൊക്കെ വിളിച്ചു പറയും. ഈ പേര് ഞാൻ എൻ്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല, ഇങ്ങനെയുള്ള പേരുകളൊക്കെ വിളിച്ചു പറയും. ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ ആൾ വന്നതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ കൗൺസിലിംഗ് വന്ന് നമ്മൾ താഴ്കഞ്ഞ് തെറാപ്പിയിലേക്ക് പോയ സമയത്ത് അദ്ദേഹം പെട്ടെന്ന് വേറൊരു ഒരു ഭീകര രൂപത്തിലേക്ക് മാറി. ഭീകര നമുക്ക് കണ്ടാൽ പേടിച്ചു. രൂപം തന്നെ ഭാവം തന്നെ മാറുകയാണ്. ഭാവം മാറി ആൾ ഇങ്ങനെ പെട്ടെന്ന് കൈയൊക്കെ ഇങ്ങനെ എടുത്ത് ബലമൊക്കെ എടുത്ത് ആള് ആ ഒരു നമ്മളോട് നേരത്തെ കണ്ടതിൽ നിന്ന് ആൾ മാറി ശരിക്കും. എന്നിട്ട് ആൾ എന്നോട് പറഞ്ഞു നീ ആരാന്ന് വെച്ചു, നമ്മളെ പേടിപ്പിക്കുകയാണ്, നിന്നെ ഞാൻ ഭസ്മമാക്കി കളയും എന്നാണ് എന്നോട് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ശരി, അങ്ങനെയാണ് എന്നെ ആദ്യം ഒന്ന് ഭസ്മമാക്കി കളയുമ്പോൾ. ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് ഭസ്മമാക്കി കളയും, ഞാൻ നേരിട്ട് ലൈവായിട്ട് കാണാമല്ലോ. അപ്പോൾ എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കരുത്, എന്നെക്കൊണ്ട് നീ ചെയ്യിപ്പിക്കരുത് എന്നൊക്കെ ദേഷ്യപ്പെട്ടാണ് പുള്ളി പറയുന്നത്. പിന്നെ അത് പുള്ളി ഫെയിലായിപ്പോയി, ഭസ്മമാക്കി കളഞ്ഞു. രണ്ടാമത് പുള്ളി പറഞ്ഞു ഭൂമിയുടെ കറക്കം പിടിച്ച് നിർത്തുന്നു. ഭൂമിയുടെ കറക്കം പിടിച്ച് നിർത്തുന്ന കാണുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. അതും പുള്ളി ഇതുപോലെ തന്നെ ഞാൻ ഇപ്പം പിടിച്ച് നിർത്തുമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി എനിക്ക് കാണണമെന്ന് പറഞ്ഞു. ഈ പറഞ്ഞതല്ലാതെ ഈ പുള്ളിക്ക് കറക്കമൊന്നും പിടിച്ച് നിർത്താൻ പറ്റിയിട്ടില്ല. മനസ്സിലായി? ഇപ്പം ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ ശക്തിയാണ് ഇതെല്ലാം പറയുന്നത്. അപ്പം ഞാൻ തിരിച്ചങ്ങോട്ട് പോയി, ഞാൻ എൻ്റെ വിരലുകൊണ്ട് നിങ്ങളെ തൊട്ടാണല്ലോ, നിങ്ങൾ ഭസ്മമായിപ്പോവും, കാണണം ചോദിച്ചു. ഞാൻ എൻ്റെ വിരലുകൊണ്ട് നിങ്ങളെ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഭസ്മമായി പോകുന്ന കാണണം ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു ഇഷ്യൂ വേണ്ട. അപ്പോൾ അവർ ഉള്ളിൽ കിടക്കുന്ന തോന്നലുകളാണ് കുറച്ചൊക്കെ. എന്തായിരുന്നു ആ തോന്നൽ പുള്ളിക്ക് മനസ്സിൽ? പുള്ളി പറയുന്നത് പുള്ളി കുറേയധികം കഥകൾ വായിച്ചിട്ടുണ്ട്. കുറേയധികം കഥകൾ വായിച്ചിരുന്ന് പുള്ളി ചില ഈവിൾ സ്പിരിറ്റ്സ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, രാക്ഷസന്മാരായി കഴിഞ്ഞാൽ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു തോന്നൽ പുള്ളിയുള്ളൂ. പുള്ളി റിക്കവറായോ? അതിന് റിക്കവറായി. എന്തായിരുന്നു അതിന് വേണ്ടി എടുത്തൊരു മെത്തേഡ്? അതിന് നമ്മൾ ഹിപ്നോസിസ് തന്നെ ചെയ്ത് ഹിപ്നോതെറാപ്പി കൂടെ ചെയ്ത് അദ്ദേഹത്തിൻ്റെ കഥകളൊക്കെ വായിച്ചത് കഥകളൊക്കെ അദ്ദേഹത്തിന് യാഥാർത്ഥ്യബോധം മനസ്സിലാക്കി കൊടുത്തു. അവർ പറഞ്ഞു നിങ്ങൾ ഈ പറയുന്ന ശക്തികളൊന്നും ഈ പറയുന്നതൊക്കെ വെറുതെ, ഇതല്ല നിങ്ങളുടെ ശക്തി. നിങ്ങളുടെ ശക്തി നിങ്ങൾ ഈ മനുഷ്യനെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കും, ശരിയല്ലേ? ഒരു വ്യക്തിയെ രക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുക, അല്ലേ? എന്നെ ഭസ്മമാക്കിയിട്ട് നിങ്ങൾക്ക് എന്താ പ്രയോജനം, അല്ലേ? അപ്പോൾ അത് അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തു. കുറേ അധികം കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന് യാഥാർത്ഥ്യബോധം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണല്ലോ ചെയ്യുന്നത്. അത് വർദ്ധിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് മനസ്സിലായി ശരിയാണ്, ഇതെങ്ങനെയല്ല, എൻ്റെ കൂടെ എൻ്റെ ആവശ്യമില്ലാത്ത ഒരു രൂപ എന്നിലുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഇമേജിനെ മാറ്റി. ഈ നമ്മുടെ ഓഫീസിലും ഇങ്ങനെ ഈ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഉള്ള ആളുകളുണ്ട്. അത് മിക്ക വ്യക്തികളിലും ഉണ്ട്. നമ്മളത് ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ ഞാൻ ഓഫീസിൽ ഇല്ലാത്തപ്പോൾ ഒരു സ്വഭാവം, ഞാൻ ഓഫീസിൽ വന്നു കഴിയുമ്പോൾ അല്ല, അത് എല്ലാ വ്യക്തിയിലും ഉണ്ടല്ലോ. ക്യാമറമാൻ അനൂപൊക്കെ അതിൻ്റെ ആളുകളാണ്. അല്ല, അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം നമ്മുടെ വീട്ടിൽ വൈഫിൻ്റെ അടുത്തും കുട്ടികളുടെ അടുത്ത് ഇരിക്കുമ്പോൾ നമുക്കൊരു സ്വഭാവമായിരിക്കും, ബാറിൽ ചെല്ലുമ്പം വേറൊരു സ്വഭാവമായിരിക്കും, ഇല്ലേ? ഒറ്റയ്ക്ക് നമ്മൾ എവിടെയെങ്കിലും നിൽക്കുന്ന സമയത്ത് വേറൊരു സ്വഭാവമായിരിക്കും, ഇല്ലേ? നമ്മളൊരു പൊതുസമൂഹത്ത് ഇറങ്ങുമ്പോൾ വേറൊരു സ്വഭാവം. യഥാർത്ഥ സ്വഭാവം വരികയാണെങ്കിൽ ഇയാളെ ഒറ്റയ്ക്കൊരു വീട്ടിൽ ഒരു ദിവസം അപ്പോൾ കാണിക്കുന്നത് യഥാർത്ഥ സ്വഭാവം. അല്ല, അങ്ങനെ ടെക്നിക്ക് സൈക്കോളജി തന്നെയുണ്ട്. അതിനകത്ത് ഇവരേതെങ്കിലും പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു ദ്വീപിൽ കൊണ്ട് ഇവരെ ഇട്ടിട്ട് ഇവർക്ക് എല്ലാ ഫ്രീഡോട് കൊടുക്കുക, മദ്യം കൊടുക്കുക, എല്ലാം കൊടുക്കുക, എല്ലാ സംവിധാനങ്ങളും കൊടുക്കുക. അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് ക്ലോസിലി ഒബ്സർവ് ചെയ്യുക. അപ്പം മനസ്സിലാവും ഇവർ യഥാർത്ഥത്തിൽ ആരാണ്. അപ്പോൾ അവർ കറക്റ്റ് അറിയാൻ പറ്റും ഇവരെന്താണ്. പുറത്ത് കാണുന്ന എല്ലാം കെട്ടിമാറാപ്പുകളാണ് മിക്കതും. പുള്ളി കാണുന്ന സംഭവങ്ങളല്ല,
വെളിയിൽ കാണുന്നത്. പല ആൾക്കാരും അങ്ങനെയാണ്. അപ്പം നമ്മൾ വെളിയിൽ കാണുന്ന എത്രയോ നല്ല ഹാപ്പിയായിട്ട് നിൽക്കുന്ന ഏതെല്ലാം മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ പ്രത്യേകിച്ച് മേഖല എടുത്ത് പറയുന്നില്ല, അറിയാമല്ലോ. അപ്പോൾ ആ മേഖലയിൽ ഉള്ള ആൾക്കാർ ശരിക്കും അവരെന്തോരം ദുഃഖങ്ങൾ അനുഭവിക്കുന്നത്. ഫിലിം സ്റ്റാർസ്, അഡ്വക്കേറ്റ്സ്, ഇല്ലേ, പ്രൊഫസേഴ്സ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് കൗൺസിലിങ്ങും പ്രാർത്ഥനയൊക്കെ കൊടുക്കുന്ന 2 ദമ്പതികളുടെ ഒരു വാർത്ത പുറത്തു വന്നത്. ഇവരുടെ വീഡിയോസ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഇവർ ഭയങ്കര ഹാപ്പിയാണ്, ഫാമിലിയായിട്ട് ഹാപ്പിയാണ്. ഇവർ കുറേ നല്ല സാമൂഹിക നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നു, കൗൺസിലിംഗ് കൊടുക്കുന്നു, പ്രാർത്ഥന കൊടുക്കുന്നു. ക്രിസ്ത്യൻ മത വിശ്വാസികളാണ്. അവസാനം 9 മാസമൊക്കെ മുമ്പ് ഇവർ തമ്മിൽ തെറ്റി 9 മാസങ്ങളും കണ്ട് കഴിഞ്ഞിട്ട് ഭാര്യ ഭർത്താവിനോട് പിണക്കം തീർക്കാൻ വന്നപ്പോൾ പുള്ളിയുടെ ഒരു റീൽ ഇന്ന് വൈറലായിട്ടുണ്ട്. പുള്ളി ഈ ദേഷ്യത്തെ എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്നതിനെ കുറിച്ച് പുള്ളി പഠിപ്പിച്ചത്. ഭാര്യയായിട്ട് സംസാരിച്ച് പുള്ളിക്ക് ദേഷ്യം വന്നിട്ട് പുള്ളി ഭാര്യയെ തലയ്ക്ക് കുത്തി പിടിച്ചടിച്ചിട്ട് കൈക്ക് കയറി കടിച്ചു. ഭാര്യ കൊണ്ട് കേസ് കൊടുത്ത് പുള്ളിയുടെ പേരിൽ FIR ഇട്ടു. വളരെ ഫേമസ് ആയിട്ടുള്ള, യൂട്യൂബിൽ വളരെ ഫേമസ് ആയിട്ടുള്ള 2 ദമ്പതികളാണ്. ശരി. അപ്പം അത് ചില സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ അതിനകത്തെന്ന് വെച്ചാൽ ഈ കഥകൾ പറയാൻ ആർക്കാണ് പറ്റാത്തത്? ഇതിനകത്ത് എന്താ രോഹിതെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഒരു തിയറി പഠിച്ചിട്ട് ആ തിയറി പഠിച്ച് പറയാനായിട്ട് ആർക്കാണ് പറ്റാത്തത്? അത്യാവശ്യം പറയാൻ നല്ല കഴിവും അതേപോലെ തന്നെ ഒരു പ്രസൻറ്റേഷൻ സ്കില്ലുണ്ടെങ്കിൽ ആർക്കും പറയാം. അതുപോലെ തന്നെ നല്ല വിദ്യാഭ്യാസ യോഗ്യത അല്ലെങ്കിൽ പഠിക്കാൻ നല്ല കഴിവുണ്ടെങ്കിൽ ആർക്കും വേണമെന്നുണ്ടെങ്കിൽ ഏത് യോഗ്യതയും വേണം എടുക്കരുത്. കോളേജ് പ്രൊഫസേഴ്സ് അവരുടെ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസുകളുണ്ട്. കോളേജ് പ്രൊഫസേഴ്സ് അവരെ ഏറ്റവും ആയിട്ടുള്ള ശിഷ്യരെ വരെ ബുദ്ധിമുട്ട് അനുഭവിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവർ വിവാഹം കഴിച്ച ആൾക്കാരുമാണ്. മനസ്സിലായി? യഥാർത്ഥ സ്വഭാവം അതാണ്. ഞാൻ പറഞ്ഞത് ലോകത്തിലെ എല്ലാ മനുഷ്യൻ്റെയും ഉള്ളിൽ അവർ പോലും അറിയാതെ കിടക്കുന്ന ഒരു ഫ്രോഡുണ്ട്. വേറൊരു വ്യക്തിത്വം ഉണ്ട്. എന്നേ ഞാൻ പറയാൻ പറ്റും. വേറൊരു വ്യക്തിത്വം ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് അതിൻ്റെ സമയം സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പം അത് വെളിയിൽ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാവരും സജസ്റ്റ് ചെയ്യുന്ന കാര്യമുണ്ട്, നിങ്ങളൊരു പ്രശ്നം വരുമ്പോഴല്ല ഒരു കൗൺസിലിങ്ങിലേക്കോ തെറാപ്പിയിലേക്കോ പോകേണ്ടത്. നിങ്ങളൊരു ബെറ്റർ അവസ്ഥ ഇരിക്കുന്ന സമയത്ത് വേണം ഇതിന് പോകാൻ. കാരണം നാളെ വരാൻ പോകുന്ന സാഹചര്യങ്ങൾ എങ്ങനെയാണെന്നും ഈ വ്യക്തി ഏതൊക്കെ സാഹചര്യങ്ങളിലേക്കാണ് മുമ്പോട്ട് പോകുന്നതെന്നും ഇന്നേ മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ബെറ്റർ ആയിരിക്കുന്നതാണല്ലോ നല്ലത്, അല്ലേ? നാളത്തെ വരാൻ പോകുന്ന സാഹചര്യങ്ങളെ ഇന്ന് തടയാൻ പറ്റുന്ന രീതിയിൽ മനസ്സിനെ പ്രാപ്തമാക്കുന്നതാണ് ശരിക്കും കൗൺസിലിങ്ങും തെറാപ്പി. എനിക്കിത് സംഭവിക്കാം, ആർക്കും സംഭവിക്കാം. അന്നേരം നീ പരാതി ഒന്നും പറയരുത്, ഇപ്പോഴേ മനസ്സിലാക്കി വെച്ചോണം. നാളെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. മനസ്സിലായോ? അതിനെ നമുക്ക് മനസ്സിനെ പ്രാപ്തമാക്കി വെക്കാൻ മാത്രമേ മനുഷ്യന് പറ്റുള്ളൂ. ശരിയല്ലേ? സാഹചര്യം കൂടെ വരണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പം എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അതാണ്. ഈ മനുഷ്യനുള്ളിൽ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി പറഞ്ഞ പോലെ പല വിധത്തിലുള്ള കാര്യമുണ്ട്. ഞാനത് മിക്കവാറും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ കോട്ട് ചെയ്യാനുള്ള സാഹചര്യം. നമ്മളിപ്പോൾ ഒരാളെ കുറിച്ചൊരു കൺസെപ്റ്റ് ഉണ്ടാക്കി വെക്കുകയാണ്. ഇപ്പം മമ്മൂട്ടിയെ പറ്റി നമ്മുടെ മനസ്സിലെന്താ? എക്സ്ട്രീംലി ഡീസൻ്റ് ആയിട്ട് ജീവിക്കുന്ന ഒരു ഫാമിലി മാൻ, മറ്റ് സ്ത്രീകളോടൊന്നും മോശമായി പെരുമാറാത്ത, വളരെ മാന്യമായി ജീവിക്കുന്ന, നല്ല ദിനചര്യകളുള്ള, നല്ല ആഹാരചര്യകളൊക്കെ ഉള്ള ഒരു മനുഷ്യൻ. അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ കാണുന്നത് ആ ഒരു അവസ്ഥയിലാണ്. പക്ഷേ ദുൽഖറിൻ്റെ പ്രോസ്പെക്റ്റിൽ ചിന്തിക്കുമ്പോൾ എന്താണ്? അവിടെ വീട്ടിൽ ഒന്നുകിൽ സ്ട്രിക്റ്റ് ആയിട്ടോ തമാശയൊക്കെ പറഞ്ഞു കൂടെ നിൽക്കുന്നവർക്കെല്ലാം അറിയുള്ളൂ. ഇനി ദുൽഖറും മാറി ദുൽഖറിന്റെ അമ്മയുടെ ഒരു പ്രോസ്പെക്റ്റിൽ ചിന്തിക്കുമ്പോൾ എന്താ? വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള, തീർച്ചയായും അവർക്ക് മാത്രം കിട്ടുന്ന ഒന്നാണ്. തീർച്ചയായും. അപ്പൊ ഇതേ രീതിയിൽ ഓരോ മനുഷ്യന്റെ ഉള്ളിലും പല ഭാവങ്ങളുണ്ട്. ഇത് എങ്ങനെ നോക്കി കാണുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. ചിലർ ചിന്തിച്ചിട്ടുണ്ട്, ഇപ്പോൾ ചില സോഷ്യൽ മീഡിയയിൽ ചില ഫോട്ടോസൊക്കെ ഇടും, വളരെ സുന്ദരിയായിട്ടുള്ളൊരു പെണ്ണായിരിക്കും, പക്ഷെ പയ്യന് അല്പം കറുത്തിട്ടോ അല്ലെങ്കിൽ കാണാൻ നമ്മുടെ കണ്ണിൽ സൗന്ദര്യം ഇല്ലാത്ത ഒരാളായിരിക്കും. ഞാൻ അങ്ങനെ പറയാം, നമ്മുടെ കണ്ണിൽ. അപ്പൊ ഇവളെങ്ങനെയായിരിക്കും ഇവനെ സഹിക്കുന്നത് പലരും ചിന്തിക്കും. അവര് തമ്മിലുള്ള കെമിസ്ട്രി എന്താണെന്ന് അവർക്കല്ലേ അറിയൂ. തീർച്ചയായും. അല്ല, അതെന്താ വെച്ചാൽ വേറെ അതിനകത്ത് ഈ സുന്ദരിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, ഈ കാണാൻ നല്ല സുന്ദരികളായ പല പെൺകുട്ടികളും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത്ര ഫെയർ അല്ലാത്ത ആളുകളൊക്കെ പോകുന്നത് എന്താ കാണാമെന്നറിയോ? ഈ മനുഷ്യൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരേക്കോ ഇവള് ഭയങ്കര ഗ്ലാമറാണ്, ഇവർക്ക് എന്തായാലും ആൾക്കാർ കാണും, ഇവളെല്ലാം അടിപൊളി, ഇവർക്ക് കാണും. പക്ഷെ ഇവർക്ക് ആളില്ലെന്നുള്ളതാണ് സത്യം. മനസ്സിലാകുന്നല്ലോ, ഇവർക്ക് ആളില്ല എന്നുള്ളതാണ്. എന്തായാലും കാണൂടാ, ട്രൈ ചെയ്യണ്ട. ഇവള് ട്രൈ ചെയ്യാൻ നീ ട്രൈ ചെയ്തിട്ട് കാര്യമില്ല. ഇത് പല പെമ്പിളരും കാണുമ്പോൾ നമ്മുടെ ക്യാമറമാൻ കൃഷ്ണൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ ആള് കാണും ചേട്ടാ, അതുകൊണ്ട് നമ്മൾ വിട്ടുകളഞ്ഞു. അതാണ് നമ്മൾ സാധാരണ ചിന്തിക്കുന്നത്. പക്ഷേ ശരിക്കുള്ള സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇവരുടെ മനസ്സിലുള്ള പ്രശ്നം തുറന്നു പറയാനായിട്ട് ആരുമില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ആരെങ്കിലും ഒരാൾ ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ഒരാളെ എന്ത് ചെയ്യും? ഇവരങ്ങ് പ്രേമിക്കും. അങ്ങനെയാണ് മിക്ക കേസുകളും വന്നിരിക്കുന്നത്.
ഓക്കെ, നമ്മളോട് ചില ആൾക്കാർ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി. സുന്ദരികളായ കുട്ടികൾ നമ്മളോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. വീട്ടുകാർ തന്നെ ചോദിക്കും, നിങ്ങൾ തമ്മിൽ എങ്ങനെ വിവാഹം കഴിച്ചു, നിനക്ക് എങ്ങനെ ഇവനെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ അതിൽ തെറ്റൊന്നുമില്ല. പിന്നെ ഈ അതിനകത്തൊന്നും തെറ്റൊന്നുമില്ല. ഒരു വ്യക്തിയുടെ പരിപൂർണമായ സ്വാതന്ത്ര്യമാണ് അത് എന്താ ചെയ്യണമെന്നുള്ളത്. അത് അവർക്കോ അവരുടെ ചുറ്റുപാടുകൾക്കോ സമൂഹത്തിനോ ദോഷകരമാവാത്ത രീതിയിൽ സെലക്ട്. പക്ഷെ അവിടെ വേറൊരു സംഭവം മാനസികമായി സംഭവിക്കാറില്ലേ? ഈ ആവശ്യത്തിന് അങ്ങ് പ്രണയം തുടങ്ങി കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇവർ രണ്ടുപേരുടെ നടന്നു പോകുമ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള കമന്റുകൾ, ഫോട്ടോ ഐഡിയിലെ കമന്റുകളൊക്കെ വരുമ്പോൾ ഇയാളുടെ മനസ്സിൽ കിടക്കുന്ന ആ തോന്നലിൽ ഉണരാറില്ലേ? ഇവർക്ക് പറ്റിയ ഒരാളല്ല ഞാൻ, ഇവളിനി എന്നെ പറ്റിച്ചിട്ട് വേറൊരുത്തൻ്റെ കൂടെ പോകും, അങ്ങനെയുള്ള കേസുകൾ കണ്ടിട്ടുണ്ട്. ഉണ്ട്. ഈ വ്യക്തിയിൽ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് സ്റ്റാർട്ട് ചെയ്യും. കാരണം ഇവള് കുറേ നാൾ കഴിയുമ്പോൾ, ആദ്യമൊന്നും എനിക്ക് കാണത്തില്ല, കുറേ നാൾ കഴിച്ചപ്പോൾ ഇവർ തമ്മിൽ എന്തെങ്കിലും ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പോൾ വൈഫിൻ്റെ വായിൽ നിന്ന് ചിലപ്പോൾ അറിയാതെ പോലും ചിലപ്പോൾ വരും, ഈ ഇവനെയാണല്ലോ ഞാൻ കെട്ടിയത്, മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെ ചിലപ്പോൾ അറിയാതെ വായിൽ നിന്നൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ വ്യക്തിക്ക് ശരിക്കും അത് ഫീൽ ചെയ്യും. അപ്പോൾ ഇവിടെ മനസ്സിൽ ഇതായിരുന്നല്ലേ, ഇവളെന്നെ ശരിക്കും സ്നേഹിച്ചിട്ടല്ല വിവാഹം കഴിച്ചതല്ലേ എന്നൊക്കെയുള്ള തോന്നൽ ഈ വ്യക്തിയുടെ മനസ്സിലുണ്ടാവാം. അത് ഈ വ്യക്തിയുടെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടാവാം. ചിലപ്പോൾ ആ വ്യക്തി നാളെ ഒരു കൊലപാതകത്തിലേക്ക് വരെ ചിന്തിച്ചെന്ന് വരാം. നമ്മൾ കണ്ടില്ല, ചില പെൺകുട്ടികളെയൊക്കെ കൊല്ലുന്ന കണ്ടില്ലേ. ഇതിനൊക്കെ പിന്നെ ഇതാണ്. അപ്പോൾ അവർ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ഇവരെന്ത് ചെയ്യും, ഇവർ നേരെ അങ്ങോട്ട് മാറും. അപ്പോഴത്തേക്ക് ഇവന് വേറെ ആളെ കിട്ടാതെ വരും. സ്വാഭാവികമായിട്ട് അവൻ്റെ മനസ്സിൽ ചിന്ത വരും, എന്നാൽ പിന്നെ അവളെ അങ്ങനെ സൂഹിക്കാൻ വിടണ്ട എന്നുള്ളൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ കഥ തീർന്നില്ലേ. അപ്പം ഇങ്ങനെയാണ് പല പ്രശ്നങ്ങളും സംഭവിക്കുന്നത്. അപ്പോൾ സാറ് പറഞ്ഞതനുസരിച്ച് ചെറുപ്പക്കാരായ പ്രേക്ഷകരോടാണ്, സുന്ദരികളാണ്, ഇവർക്ക് വേറെ ആള് കാണുമെന്ന് വിചാരിച്ച് ട്രൈ ചെയ്യാതിരിക്കണ്ട, അവരൊക്കെ സങ്കടത്തിലാണ്. ഞാൻ പറയാണ്, കൃഷ്ണൻ അത് കേട്ട് ചിരിക്കുന്നില്ല എന്ന് വരുത്തുന്നുണ്ട് ക്യാമറയുടെ പുറകിൽ. ഓക്കെ, എല്ലാ മനുഷ്യനും ഉണ്ടല്ലോ അവരെ കേൾക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നു ആഗ്രഹിക്കുന്ന ആൾക്കാർ. ഇപ്പം എന്നെ ധാരാളം ആൾക്കാർ ഫോണിൽ കൂടെ വിളിച്ച് സംസാരിക്കാൻ വേണ്ടി മാത്രം എനിക്ക് ഫീസ് തരുന്നവരുണ്ട്. വീട്ടിൽ ഹസ്ബൻഡിന് സമയമില്ല കേൾക്കാൻ, ഹസ്ബൻഡിന് സമയമില്ല. ഹസ്ബൻഡ് ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യങ്ങളെല്ലാം കേൾക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ട്, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ സമയമില്ല. പ്രശ്നമുണ്ട്, ഭാര്യ കേട്ടാൽ ചോദിക്കും പെണ്ണുങ്ങൾ മാത്രമാണോ വിളിക്കാറുള്ളത്? അല്ല, എല്ലാവരുടെ കാര്യമാണ്. തിരിച്ചും ചില ഭാര്യമാർ ഭയങ്കര ബിസിയുള്ള ഭാര്യമാരാണ്, ബിസിനസ്സൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ പല മേഖല ബിസിയാണ് നടക്കുന്ന ആൾക്കാരില്ലേ. അപ്പം ഹസ്ബൻഡുമാരെ മൈൻഡ് ചെയ്യാൻ ചിലപ്പോൾ സമയം കാണത്തില്ല, തിരിച്ചും സംഭവിക്കാമല്ലോ. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ അവരെ ആരെങ്കിലും ഒന്ന് കേൾക്കാനായിട്ട് ആരെങ്കിലും ഒന്ന് വേണം, മനസ്സിലാകുന്നുണ്ടോ? അതിനുവേണ്ടി എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു 5 മിനിറ്റ് സമയം. ഇപ്പോൾ കുട്ടികളാണെങ്കിൽ തന്നെ, കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്നതെന്ന് വെച്ചാൽ നമ്മളാരും വിചാരിക്കാത്ത ത്രില്ലർ കഥകളുമായിട്ടൊക്കെയാണ് കുട്ടികൾ വീട്ടിലേക്ക് വരുന്നത്. ഇവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനായിട്ട് അച്ഛനും അമ്മയും ഒരു 10 മിനിറ്റ് സമയം കണ്ടെത്തണം. ഇല്ലെങ്കിൽ നമ്മളോട് പറയാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തുന്നില്ല എങ്കിൽ അവരെന്ത് ചെയ്യും? മറ്റാളുകളെ തേടിപ്പോവും, വേറെ ആൾക്കാരെ തേടിപ്പോവും. അവർ ആ കഥകളെല്ലാം വേറെ ആൾക്കാരോട് പറയും. അവർ മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്യും, അവർ പറയും. ഇപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഓഫീസിൽ നിന്ന് ചെന്ന് കഴിയുമ്പോൾ സ്ഥിരമായിട്ടൊന്ന് ഭാര്യയുമായിട്ടൊന്ന് പുറത്തു പോകും, ഒരു ചായ കുടിക്കും. ചായ വീട്ടിൽ ഇല്ലാഞ്ഞിട്ടല്ല, അതൊരു ശീലമാക്കി വെച്ചിരിക്കുന്നത് നല്ലതാണ്. എത്ര കഴിഞ്ഞാലും ആ സമയത്താണ് ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോഴായിരിക്കും ഇവൾ രാവിലെ മുതൽ വൈകിട്ട് വരെ ആ സ്കൂളിലെ മുഴുവൻ അധ്യാപകരുടെയും കഥ പറഞ്ഞു തരും, ഓരോ ക്ലാസ്സിലെയും കുട്ടികളുടെ കഥ പറഞ്ഞു തരും, അവിടുത്തെ സ്കൂളുമായി ബന്ധപ്പെട്ട കഥകൾ മുഴുവൻ പറയും, അവസാനം വീട്ടിലെ കഥകൾ പറയും. ഈ ചില സമയത്ത് നമ്മൾ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴായിരിക്കും ഈ കഥ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ചെവി കൂടെ കേൾക്കും, പക്ഷേ ഈ ചെവി കൂടെ മറ്റ് സംഭവമായിരിക്കും ഫോൺ എടുത്തിട്ട്. കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് പിന്നെ അങ്ങ് മിണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും പണിവാളി. പിന്നെ നമ്മൾ ഫോണൊക്കെ താത്തിട്ട് കുറച്ച്, കാരണം അവർക്ക് വേറെ ആരും അവർക്ക് കഥകൾ പറയാൻ നമ്മളാണ്, അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പറയാൻ കാണും, അത് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ അവരും കേൾക്കണം. ഇനി ഒരു 3-4 ദിവസം കഴിയുമ്പോൾ പിന്നെ പ്രശ്നമാവും. ഞാൻ ഇത്രയും കഥകൾ നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഓഫീസിലെ കഥ പറയാത്തത്? ഒരുപക്ഷെ എനിക്ക് പറയാൻ പ്രത്യേകിച്ച് കഥയൊന്നും ഉണ്ടാവില്ല. ഞാൻ ഈ കഥകളൊക്കെ ഇങ്ങനെ വന്നിട്ട് ക്യാമറ കൂടെ പറഞ്ഞുകൊണ്ട് വ്യക്തികൾക്ക് മനസ്സിൽ സംശയം കയറി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അതെ, സംശയം തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ ഓരോന്നും അവർക്ക് പിന്നെ സംശയങ്ങളായിക്കൊണ്ടേയിരിക്കും. അത് ഈ ഫാമിലി ഇഷ്യൂസ് ഇപ്പം കേരളത്തിലും ഇന്ത്യയിലൊക്കെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡൈവേഴ്സ് കേസുകളിലും പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളിലും കൂടുതൽ പെർസെൻറ്റേജ് വന്നിരിക്കുന്നത് ഫാമിലി ഇഷ്യൂസിലാണ്. ഓക്കെ, കാരണം ഇത് പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ്, സംശയങ്ങളൊന്നുണ്ടാവാം. പിന്നെ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാനായിട്ട് സമയം കണ്ടെത്തുന്നില്ല, മനസ്സിലാകുന്നുണ്ടോ? കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ഇവനിങ്ങനെ മനുഷ്യൻ്റെ മനസ്സിൽ ഇങ്ങനെ നിരന്തരമായ ചേഞ്ചസ് അല്ലേ. ഇപ്പം കാണുന്ന സൗന്ദര്യം ആയിരിക്കത്തില്ല പിന്നീട് കാണുന്ന സൗന്ദര്യം, അതിലേക്ക് മാറാനുള്ള ടെൻഡൻസി, മനസ്സിലാകുന്നുണ്ടോ? പിന്നെ ഈ മൊബൈലിനകത്തൂടെ പലതരത്തിലുള്ള ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം അതേപോലെ പലതരത്തിലുള്ള ആപ്പുകളുണ്ടല്ലോ, നമുക്ക് ഏത് രീതിയിലും ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന തലത്തിലേക്ക് ഉള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ അവൈലബിൾ ആണ്. ആ വ്യക്തിയാണ് വിചാരിക്കുന്നത് മാറണോ വേണ്ട എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. ഇപ്പോൾ കല്യാണം കഴിച്ച് കുട്ടികളായിട്ട് താമസിക്കുന്ന എത്രയോ സ്ത്രീകളും എത്രയോ പുരുഷന്മാരും
മറ്റ് സ്ത്രീകളുടെ മറ്റു പുരുഷന്മാരുടെ കൂടെ പോകുന്ന എന്തോരം കേസുകളാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. ചിലർ ഇപ്പോൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാര്യം സ്ത്രീകൾ പറയുന്നത് വെച്ചാൽ എനിക്ക് കെയറിങ് കിട്ടിയിട്ടില്ല. ഇദ്ദേഹം എനിക്ക് കല്യാണത്തിന് മുമ്പ് ഭയങ്കര സംസാരമാണ്, ഭയങ്കര ഡയലോഗൊക്കെ ആയിരുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു കെയറിങ് ഇല്ല, എനിക്കൊരു റെസ്പെക്റ്റ് ഇല്ല. എന്നെ ചില പെൺകുട്ടികളൊക്കെ പറയുന്നത് വായിന്ന് പലതരത്തിലുള്ള ഭാഷകളാണ് വരുന്നത്, പലതരത്തിലുള്ള തെറികളൊക്കെ വിളിക്കുന്നൊക്കെയാണ് ചില സ്ത്രീകൾ പറയുന്നത്. അപ്പം പുരുഷന്മാരായാലും ചിലയിടത്ത് സ്ത്രീകളും ഉണ്ട് കേട്ടോ. അപ്പോൾ പുരുഷന്മാരായാലും സ്ത്രീകളായാലും പരസ്പരം റെസ്പെക്റ്റ് കൊടുക്കുക. ഇന്ന് ഈ കെയറിങ് കൂടുതൽ ആഗ്രഹിക്കുന്നത് സ്ത്രീകളെക്കാൾ ആൺകുട്ടികളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം സ്ത്രീകൾക്ക് കെയറിങ് കൊടുക്കാൻ ആളുകളുടെ ക്യൂ ആണ് പലപ്പോഴും. അല്ല, അവർ വീട്ടിൽ നിൽക്കുന്നവരാണല്ലോ ഭാര്യയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. കാമുകന്മാർക്കിടയിൽ, ചെറുപ്പക്കാർക്കിടയിൽ ഇന്ന് പണ്ട് പെൺകുട്ടികൾ എന്തുമാത്രം മാനസിക അവസ്ഥയിലൂടെ പോയോ ഇന്നത്തെ കാലത്ത് ആൺകുട്ടികളാണ് അനുഭവിക്കുന്നത് പലരുടെ എനിക്ക് തോന്നിയിട്ടുണ്ട്. തീർച്ചയായും ആൺകുട്ടികൾ കുറച്ചും കൂടി സിൻസിയറായിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് അവർക്കൊരു ബ്രേക്കപ്പ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ ഒരുപാട് പാടാം. അത് ഈ അവൈലബിലിറ്റിയുടെ കുറവാണോ എന്നൊരു സംശയം. ഇപ്പോൾ ഒരു പ്രശ്നം വന്നു വെച്ചാൽ റീസെൻ്റ്ലി നമുക്ക് ഫീൽ ചെയ്തിരിക്കുന്നതിൽ പെൺകുട്ടികൾക്ക് ഇപ്പോൾ ഒരു 30 വയസ്സ് വരെ വിവാഹം വേണ്ടെന്നാണ് പല പെൺകുട്ടികളും. അതെ അതെ. അപ്പോൾ പേരൻസ് നമ്മളോടൊന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഇവരെ കൗൺസിൽ ചെയ്തൊന്ന് വിവാഹം കഴിപ്പിക്കാൻ ഒന്ന് പ്രേരിപ്പിക്കും. 28-29 ആകുമ്പോഴാണ് അതിനെപ്പറ്റി പിള്ളേർ ചിന്തിച്ചു പോലും തുടങ്ങുന്നത്. അവർ പറഞ്ഞ് 30 വയസ്സിൽ ഞങ്ങളൊന്ന് എൻജോയ് ചെയ്യട്ടെന്ന് പറയുന്നത്. ഞങ്ങളൊന്ന് എൻജോയ് ചെയ്തിട്ട് മതി എന്നാണ്, വിവാഹം കഴിച്ചാൽ മതി എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ വരുന്ന സമയങ്ങളിൽ അവർ തന്നെ സെലക്ട് ചെയ്യുകയാണ് ആൾക്കാർ. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ കാത്തു നിൽക്കുന്ന പല ചെറുപ്പക്കാരും ഉണ്ടല്ലോ, അവർക്കൊന്നും പെൺകുട്ടികളെ കിട്ടാതെ വരും. പിന്നെ പല പെൺകുട്ടികളും ബിസിനസ് മേഖല പല മേഖല തിരഞ്ഞെടുത്ത് ബിസിയായി അവർക്ക് ഫ്രീഡമായിട്ട് എവിടെയും സഞ്ചരിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഫ്രീഡം കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് അവർക്ക് വിവാഹത്തെപ്പറ്റി അത്ര താല്പര്യം തോന്നാത്ത ആൾക്കാർ, സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാർ, താല്പര്യമില്ലാത്ത പല ആൾക്കാരും ഉണ്ട്. അതും ഒരു കാരണമാകാം. അപ്പോൾ എന്ത് തന്നെ ആയാലും ഈ പറയുന്ന രീതിയിൽ അങ്ങ് പറഞ്ഞത് ശരിയാണ്. ഇപ്പം പുരുഷന്മാർക്കാണ് കുറച്ചും കൂടി പണ്ട് അങ്ങനെയല്ലായിരുന്നു. സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് കുറച്ച് ഡിമാൻഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്ത്രീകൾക്കാണ് നല്ല ഡിമാൻഡ്. ഒന്ന് കെട്ടിയതായാലോ അല്ലെങ്കിൽ 5-6 ബ്രേക്കപ്പ് കഴിഞ്ഞതായാലും കുഴപ്പമില്ല, കല്യാണം കഴിച്ച് കുട്ടിയായാലും കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ആർക്കും ഒരു ഉപദേശം കൊടുത്തായിരുന്നു. 37 വയസ്സായി കല്യാണം നടക്കുന്നില്ല എന്നോട് ഇങ്ങനെ തമാശ കേട്ടി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഒരു 6-7 വർഷം കൂടെ കാത്തിരിക്കും. അതെന്തിനാ? ഞാൻ ഒരു 40 വയസ്സ് കഴിയുമ്പോൾ ഈ പുനർവിവാഹം കഴിഞ്ഞ പെൺകുട്ടികളുണ്ടാവും, ചിലപ്പോൾ ഒരു കുട്ടിയൊക്കെ ഉണ്ടാവും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവരപ്പോഴത്തേക്ക് എന്താ ജീവിതമൊക്കെ പഠിച്ചു, ഇനി വലിയ പാടാണ് എന്ന് മനസ്സിലാക്കി വരുന്ന പെൺകുട്ടികളുണ്ടാവും. അപ്പോൾ അവരുടെ കൂടെ ഹാപ്പി ആയിട്ട് ജീവിക്കാം. തീർച്ചയായും. അതിനകത്ത് എനിക്ക് പരിചയത്തിലുള്ള കുറേ ആൾക്കാരുണ്ട്, 35, 40, 45 പ്രായമെത്തിയ ആൾക്കാർ, പുരുഷന്മാർ ഇങ്ങനെ പെരനിറഞ്ഞ് നിൽക്കുകയാണ്. അവർക്ക് ഒരു പെൺകുട്ടികളെയും കിട്ടുന്നില്ല. ഒന്നാമത്തെ കാര്യം പുരുഷന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ കുറച്ച് പുറകിലാണ്. സ്ത്രീകളെന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനെ നല്ലപോലെ വിദ്യാഭ്യാസം എടുത്ത് നല്ല നല്ല ഡിഗ്രി എടുക്കുന്ന ആൾക്കാരാണ്. അപ്പം ഈ +2 അല്ലെങ്കിൽ പി ഡിഗ്രി അല്ലെങ്കിൽ 10ാം ക്ലാസ് പാസ്സായ ഒരു പുരുഷനെ കെട്ടാനായിട്ട് വിദ്യാഭ്യാസമുള്ള കുട്ടി വരത്തില്ല. അവിടെയും പ്രശ്നമുണ്ട്. ഇന്നലെ ഒരാൾ എന്നോട് പറയുകയാണെ 40 വയസ്സ് കഴിഞ്ഞു, കല്യാണം കഴിക്കാൻ പെണ്ണ് ഇറക്കി കിടന്നിട്ട് പെണ്ണ് കിട്ടാനില്ല, കല്യാണം കഴിക്കാൻ പെണ്ണ് കിട്ടാനില്ല. പക്ഷേ പഞ്ചാര അടിക്കാൻ പെണ്ണിനെ കിട്ടുന്നുണ്ട്, കൂടെ കൊണ്ടുപോകാൻ പെണ്ണിനെ കിട്ടുന്നുണ്ട്, സെക്സ് ചെയ്യാൻ പെണ്ണിനെ കിട്ടുന്നുണ്ട്, ഇതിനൊക്കെ കിട്ടുന്നുണ്ട്. കല്യാണം കഴിക്കാൻ ഒരു പെണ്ണിനെ കിട്ടുന്നില്ല. കാരണം അവർക്ക് അവർ വിചാരിച്ചു വെച്ചിരിക്കുന്ന രീതികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ കാണുന്നതായ സംഘർഷമായ അവസ്ഥകൾ, സമൂഹത്തിൽ പലതരത്തിലുള്ള റിലേറ്റീവ്സിലും പല ആൾക്കാരിലും കാണുന്നതായിട്ടുള്ള വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ കാണുമ്പോൾ അവരങ്ങ് തീരുമാനം എടുക്കുകയാണ് വിവാഹം വേണ്ട. അതൊരു എന്തോ ഒരു പരസ്പര ബോണ്ടിങ് അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയാണെന്നുള്ള ഒരു തെറ്റായ ധാരണയൊക്കെയാണ് വരുന്നത്. എത്രയോ ആൾക്കാർ വിവാഹം കഴിച്ച് സന്തോഷകരമായി ജീവിക്കുന്നുണ്ട്. അതെ അല്ലേ? അപ്പം അതൊന്നും അവർ എക്സാമ്പിളാക്കി എടുക്കുന്നില്ല. പ്രശ്നങ്ങളാണ് അവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. ചീത്തയെ തേടി പോവാതെ നല്ലതിനെ മാത്രം കണ്ടെത്താൻ ശ്രമിച്ചാൽ സന്തോഷത്തോടെ ജീവിക്കാൻ. തീർച്ചയായും. അല്ല, അത് അവരുടെ മാനസികാവസ്ഥയിൽ മാറ്റം വരുത്തിയാൽ മതി.